സുചേട്ടാ നമസ്കാരം. നമസ്കാരം. റഷ്യ, ഇന്ത്യ, ചൈന ഈ 3 രാജ്യങ്ങളും ചേർന്ന് ലോകക്രമങ്ങൾ മാറ്റിമറിക്കുന്നു എന്നാണ് നമ്മുടെ ചാനൽ കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലല്ല, ലോക മാധ്യമങ്ങളെല്ലാം അത്തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ബയസ്ഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ മാത്രമാണ് ഇവർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റഷ്യ, ഇന്ത്യ, ചൈന, RIC ട്രോയിക്ക ഇവർ തമ്മിൽ ബ്രിക്സ് വീണ്ടും ശക്തിപ്പെടുത്തി. ഇന്ത്യക്ക് അതിൽ നിർണായകമായിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് 50% താരിഫാണ് ട്രംപ് ഏർപ്പെടുത്തിയത്. ചൈനയ്ക്ക് 100% താരിഫ് ട്രംപ് ഏർപ്പെടുത്തും എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷെ ട്രംപ് ഇപ്പോ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ മുന്നിലെത്തിയപ്പോൾ തന്റെ നിലപാട് മാറ്റുന്ന കാഴ്ച, ഷീ ജിൻപിങ്ങിന്റെ മുന്നിൽ ട്രംപ് വിനീത വിധേയനായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപിന് ചൈനയെ പല കാര്യങ്ങൾക്കും ആശ്രയിച്ചേ മതിയാവുകയുള്ളൂ എന്ന് നമ്മുടെ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും നമ്മൾ നേരത്തെ ചർച്ചകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അറിയാമായിരിക്കും. കാരണം ചൈനയെ 70% അമേരിക്കയിലെ പല സാധനങ്ങളിലും ചൈനയുടെ കൈകടത്തലുണ്ട്. ചൈനയുടെ പല രീതിയിൽ. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇതൊക്കെ വാറ്റി ഊറ്റി കളഞ്ഞിരുന്നു. ഈ അതിർത്തിയിൽ നമ്മുടെ ഈ ഗാൽവാൻ അതിർത്തിയിൽ വലിയ രീതിയിൽ ഇവര് നമ്മുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ ടിക്ടോക്ക് അടക്കം PUBG അടക്കം ഇവരുടെ സകലമാന, അതായത് ഏതെങ്കിലും ഒരു ചൈനീസ് കമ്പനിക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തെ പോലും നമ്മൾ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചൈനയ്ക്ക് അത് വലിയ രീതിയിൽ ക്ഷീണം സൃഷ്ടിച്ചിരുന്നു, അറിയാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറി. കാരണം അമേരിക്ക ഇന്ത്യക്കെതിരെ തിരിയുകയും ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ റഷ്യ കൂടെ ഉണ്ടാകുമ്പോൾ അമേരിക്ക ദുർബലമാകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ ചൈന അമേരിക്കയെ ദുർബലപ്പെടുത്തുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ചൈന അമേരിക്കയെ ദുർബലപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് എന്താണ് ഗുണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ചൈന അമേരിക്കയെ ദുർബലപ്പെടുത്തുമ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരുമെന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. കാരണം അതിനെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ചൈനയെ ആശ്രയിക്കണം, ചൈനയ്ക്ക് ഇന്ത്യയെ ആശ്രയിക്കണം. പക്ഷെ ഇന്ത്യ ചൈനയെ സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. കാരണം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പങ്കാളിയായി നമ്മൾ ഒരു കാലത്തും ചൈനയെ കണ്ടിട്ടില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ചൈന അരുണാചൽ പ്രദേശിലെ 36 യുദ്ധവിമാനങ്ങൾക്കുള്ള ഷെൽട്ടർ അതിന്റെ അതിർത്തിയിൽ പണിയുന്നുണ്ട്. അങ്ങനെ പല കാര്യം. നമ്മൾ മലാക്ക കടലിടുക്കിന്റെ ഫ്രണ്ടിൽ സബ്മറൈൻ വാൾ തീർക്കുന്നുണ്ട്. ചൈനയെ സാമ്പത്തികമായിട്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ തകർക്കാൻ ചൈന കൗണ്ടർ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മളും ചെയ്യുന്നുണ്ട്. അതായത് ചിരിക്കുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് തിരിയുമ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ ആക്രമിച്ചാൽ ഇവനെ എങ്ങനെ തകർക്കണം, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളും ചൈനയും പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചൈനയ്ക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ചൈനയ്ക്ക് ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങളാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിപണിയാണ്, ചൈന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പൊ അതായത് ഞാനൊരു തുണിത്തരം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം കയറ്റി അയക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ഏറ്റവും വലിയ വിപണി ഏതാണെന്നാണ് നോക്കുന്നത്. ആ വിപണി എനിക്ക് അന്യമാവാൻ പാടില്ല. ഇപ്പൊ അമേരിക്കയാണ് എനിക്ക് ഏറ്റവും വലിയ വിപണിയെങ്കിൽ ഞാൻ അവിടെ പോയി അടിയുണ്ടാക്കി ആ വിപണി നശിപ്പിക്കാൻ നോക്കില്ല, മറിച്ച് ഞാൻ ആ വിപണി പരിപോഷിപ്പിക്കാനേ നോക്കൂ. പക്ഷെ ഇന്ത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചൈനയുടെ പാത പിന്തുടരുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു, ബിജുചേട്ടൻ ഓർക്കുന്നുണ്ടായിരിക്കും. ചൈന ഈ ലോക വ്യാപാര ഫോറത്തിൽ പോയി ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയെ തടയണം. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് ഞങ്ങളുടെ വ്യാപാരം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ചൈനയുടെ വ്യാപാരം അതിനകത്ത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് വ്യാപാരം? ഇലക്ട്രിക് വണ്ടികളുടെ വ്യാപാരം. കാരണം ഇന്ത്യ 49% സബ്സിഡിയാണ് അതിനകത്ത് ബാറ്ററികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ ആർക്കും അനുവാദമില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കമ്പനികൾ പോലും ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അവിടെ ഒരു വാഹനം ഉത്പാദിപ്പിക്കുന്നു, ഇലക്ട്രിക് വാഹനം, ബാറ്ററി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ടേ? പക്ഷെ ഇവര് ചെയ്യുന്നത് ബാറ്ററിയും അതിനകത്ത് ഉത്പാദിപ്പിക്കാൻ പറഞ്ഞിട്ട് ലോകത്തില്ലാത്ത സബ്സിഡി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ബാറ്ററി കമ്പനികൾ പോലും അവിടെ ബാറ്ററി ഉത്പാദിപ്പിച്ച റോ മെറ്റീരിയൽസ് ഒക്കെ ഇത്ര ആനുകൂല്യം ലഭിക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് ചൈന പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒരുപോലെ ശക്തിപ്പെടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ചൈന അമേരിക്കയെ കൗണ്ടർ ചെയ്യുന്നു, നമ്മൾ ചൈനയെ കൗണ്ടർ ചെയ്യുന്നു, അതിന് നമ്മൾ റഷ്യയെ കൂട്ടുപിടിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക രംഗത്തിന് വളർച്ചയുണ്ടാകുമോ? നമ്മൾ ചൈനയെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമോ?
നമ്മൾ ചൈനയെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ചൈന മുൻകൂട്ടി കാണുന്നുണ്ട്. അതിന് അവർ എന്തൊക്കെ കൗണ്ടറുകളായിരിക്കും എടുക്കുന്നത്? ഇതിൽ അമേരിക്കയുടെ റോൾ എവിടെയായിട്ട് വരും? കാരണം അമേരിക്ക ഇത് നോക്കി കാണുന്നുണ്ട്. അമേരിക്ക ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടും റഷ്യയുമായിട്ടും അടി കൂടുമ്പോൾ നമ്മൾ ഈ ചൈനയും ഇന്ത്യയും റഷ്യയും തമ്മിൽ അകത്തൊരു ക്ലാഷ് ഉണ്ടാവാനായിട്ട് അമേരിക്ക നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട്. ആ ക്ലാഷ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അമേരിക്ക. അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് കണ്ടു, ഈ ജിയോ പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് കേട്ടു മടുത്തു എന്ന്, നിങ്ങൾക്കൊന്ന് മാറ്റി പിടിച്ചൂടെ എന്ന് ചോദിച്ചു. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇന്നിപ്പോൾ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയാതെ നമുക്ക് ഇന്റർനാഷണൽ വാർത്തകൾ ഒരു ചാനലും ഒരു മാധ്യമത്തിനും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2010 വരെ നമ്മൾ ഈ വാക്ക് അധികം കേട്ടിരുന്നില്ല. ഏകദേശം നരേന്ദ്രമോദി എത്തുന്നതോടുകൂടിയാണ് ഈ വാക്ക് കേൾക്കുന്നത്. എന്തുകൊണ്ട് ഈ വാക്ക് നമ്മൾ കേട്ടു തുടങ്ങി എന്ന് ചോദിച്ചാൽ, മുമ്പ് ലോകം 2 ധ്രുവങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. അമേരിക്കയുടെ കീഴിലുള്ള കുറെ രാജ്യങ്ങളും റഷ്യയുടെ കീഴിലുള്ള കുറെ രാജ്യങ്ങളും. അതിനിടയിൽ എങ്ങും ചേരാതെ ചേരിചേരാ പോലെ ഇന്ത്യ പോലെ ചില രാജ്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് അത് അമേരിക്കയുടെ ഒരു ഏകധ്രുവ രാജ്യമായി അത് മാറി. പിന്നെ അവിടെ ജിയോ പൊളിറ്റിക്സിന്റെ കാര്യമില്ല. അമേരിക്ക എന്ന് പറയുന്ന ഒരു മൊണോപ്പൊളിയിലേക്ക് ലോകം മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിന് അനവധി കാരണങ്ങളുണ്ട്. റഷ്യ സാമ്പത്തികമായി തകർന്നത്, റഷ്യയിലെ വിഭജനം, USSRന്റെ വിഭജനം നടന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഗെയിമിൽ ഇന്ത്യ കൂടി പങ്കാളിയായി എന്നുള്ളത്. അതുവരെ ഗാലറിയിൽ ഇരുന്ന് ഞാൻ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് നേരിട്ട് കളിക്കളത്തിലിറങ്ങി കളിക്കാൻ ആരംഭിച്ചു. ഈ കളി എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല. കാരണം അതൊരു സാധാരണ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഇവിടെ വലിയ രാജ്യങ്ങൾ, അതായത് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന അമേരിക്ക, ചൈന പോലുള്ള രാജ്യങ്ങൾ, റഷ്യ പോലുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്കിടയിൽ ഒരു ദുർബലം ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു രാജ്യവുമായിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത്. കഴിഞ്ഞ 60 കൊല്ലമായിട്ട് ഭരിച്ചിട്ട് ചേരിചേരാ നയവും പറഞ്ഞ് ഇവിടെ മിണ്ടാതിരുന്ന ടീമുകളാണ്. അവിടെയാണ് ധൈര്യപൂർവ്വം ഈ കളത്തിലേക്ക് എത്തുന്നത്. ഈ കളത്തിലേക്ക് എത്തുന്നതോട് കൂടി തന്നെ അപകടം മണത്തു തുടങ്ങുകയാണ്. ഇത് എന്താണ് സംഭവം? അതോടുകൂടിയാണ് ഈ ജിയോ പൊളിറ്റിക്സ് എന്ന വാക്ക് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായതും നമ്മുടെ മാധ്യമങ്ങളുടെ വാർത്തയുടെ ഭാഗമായതും. കാരണം അത് അനുദിനം മാറുകയാണ്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിൽ വെച്ച് ട്രംപ് ഷീ ജിൻപിങ്ങുമായിട്ട് കൈകൊടുത്തു. പക്ഷേ അത് ഇന്റർനാഷണൽ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിലുള്ള തലക്കെട്ടും ആഘോഷമൊന്നും ആക്കിയില്ല. അതിന് കാരണം ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് അക്ഷരാർത്ഥത്തിൽ കീഴടങ്ങുകയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. റയർ മെറ്റൽസിന്റെ 70% ഉത്പാദിപ്പിക്കുന്ന ചൈനയാണ്. 90% ലോകത്തിന്റെ റയർ മെറ്റൽസ് നിയന്ത്രിക്കുന്ന ചൈനയാണ്. ഇനി അമേരിക്കയുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അമേരിക്കയുടെ യുഎസിന്റെ F-35 എന്ന് പറഞ്ഞ ഒരു വിമാനത്തിന് 418 കിലോ റയർ എർത്ത് മെറ്റൽസ് വേണം അതിന്റെ ഉത്പാദനത്തിനും മറ്റും പ്രവർത്തനത്തിനുമായിട്ട്. ഇനി അവിടെ ഒരു ഷിപ്പിന്റെ US നാവികസേനാ കപ്പലായ ആർലി ബർക്ക് DDG-51 ഡിസ്ട്രോയർ എന്ന് പറയുന്ന ഒരു ഷിപ്പിന് മാത്രം 2600 കിലോ റയർ എർത്ത് മെറ്റൽസ് വേണം. അതായത് അമേരിക്കയുടെ ആയുധ വിപണിയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞത്. അവിടെ മുതൽ തുടങ്ങി ഇലക്ട്രിക്കൽ കാർ, സ്മാർട്ട് ഫോൺ വരെ ഈ റയർ എർത്ത് മെറ്റൽസിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ റയർ എർത്ത് മെറ്റൽസ് നമ്മൾ എപ്പോഴും പറയും, പ്രേക്ഷകർക്ക് എന്താണെന്ന് കൂടി അറിയാൻ ആഗ്രഹം കാണും. ഈ നിയോഡിമിയം, പ്രൊസിഡോമിയ, ഡിസ്പോസിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഒരു മൂലകങ്ങളാണ് ഈ സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതില്ലാതെ അമേരിക്കയ്ക്ക് 1 ഇഞ്ച് മുൻപോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്കറിയാം അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനിയാണ്. ആയുധങ്ങൾ വിറ്റും ജെറ്റ് എഞ്ചിനുകൾ വിറ്റും യുദ്ധവിമാനങ്ങൾ വിറ്റും ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ നിർമ്മാണത്തിന്റെ പ്രധാന പങ്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവർ സ്തംഭനത്തിലേക്ക് പോവുക, സാമ്പത്തികമായി ഡൗൺ ആകുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ഷീ ജിൻപിങ് എന്താണ് ബുദ്ധിപൂർവ്വം ചെയ്തത്? 1 വർഷത്തേക്ക് ഇളവ് കൊടുത്തു. അത് നീക്കുകയല്ല ചെയ്ത്, ഇളവ്. അതായത് ഷീ ജിൻപിങ് ഒരു 6 മാസം മുമ്പ് ഒരു നിയമം കൊണ്ടുവന്നു. തങ്ങളുടെ രാജ്യത്ത് നിന്ന് റയർ മെറ്റൽസും കാന്തവും മറ്റും കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ, കമ്പനികൾ, അവര് അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ അനുമതി പത്രം വേണമെന്ന്. കാരണം നമുക്കറിയാം ഈ ആയുധം വിൽക്കുന്ന രാജ്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു എഗ്രിമെന്റ് വെക്കാറുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ പെർമിഷൻ വേണം, ബോംബിടുന്നതിന് മുമ്പ് ഞങ്ങളുടെ പെർമിഷൻ വേണം. അതുകൊണ്ടാണ് ഈ റഷ്യയൊക്കെ പറയുന്നത് അമേരിക്കയുടെ മിസൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അടിക്കുമെന്ന് പറയാൻ കാരണം അമേരിക്കയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിയമപരമായി ഉക്രൈൻ അത് ഉപയോഗിക്കാൻ കഴിയൂ. അതിനർത്ഥം അമേരിക്ക അടിക്കാൻ പറഞ്ഞിട്ടായിരിക്കുമല്ലോ അടിക്കുന്നത്. അതാണ് അതിന്റെ റൂള്. അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായി പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. ഈ പെർമിഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇവര് ആഗോളതലത്തിൽ ഈ റയർ എർത്ത് മെറ്റൽസ് നിർത്തിവെച്ചു. അത് ഇന്ത്യക്കും ബാധിച്ചു. അത് ഇന്ത്യയോട് മാത്രമാണ്, ഇന്ത്യയോടുള്ള ഒരു വിരോധമല്ലത്, അമേരിക്കയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു രാജ്യത്തിനായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പൊ അമേരിക്കയ്ക്ക് ട്രംപിന് വേണമെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കെതിരെ താരിഫൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ചൈന അതല്ല ചെയ്തത്. ചൈന അവിടെ ഒരു മാന്യമായ കളി കളിച്ചു.
തങ്ങൾ മന്യന്മാരാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വേണ്ട, ഞങ്ങളുടെ ഈ നിയമം എല്ലാവരും പാലിക്കണം എന്ന് പറഞ്ഞു. ശരി, ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടായി. കാരണം നമ്മളുടെ ഒരു വലിയ ലക്ഷ്യം നമ്മുടെ 6 മാസം ഇല്ലെ 1 വർഷത്തിനുള്ളിൽ പെട്രോൾ കാറുകളുടെ വിലയ്ക്ക് ഇലക്ട്രിക്കൽ കാറുകൾ കൊടുക്കണമെന്നുള്ളതാണ്. കാരണം നമുക്ക് അതിനൊരു ലക്ഷ്യമുണ്ട്. കാരണം ഇലക്ട്രിക്കൽ കാറും ഇലക്ട്രിക്കൽ വാഹനങ്ങളും കൂടുതലായി ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വലിയ ട്രക്കുകളും ബസ്സുകളും ഒക്കെ ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്രോളും ഡീസലും ഇറക്കുമതി ചെയ്യുന്നതിന്റെ ഒരു വലിയ പങ്ക് ചെലവ് കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ധൃതി പിടിച്ച് ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് വലിയ സബ്സിഡി ഒക്കെ കൊടുത്ത് അതിന്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എർത്ത് മെറ്റൽസ് കിട്ടിയേ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മുടെ രാജ്യം എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് കടയിൽ പോയി വാങ്ങുന്ന ബോണ്ടയല്ലല്ലോ. 60 വർഷം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നവരുണ്ട്. അവര് ഒരു 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 കുഴി പോലും എടുത്തിട്ടില്ല ഇതിന് വേണ്ടിയിട്ട്. 60 വർഷം ഭരിച്ചു. നെഹ്റു ഭരിച്ചു, ഇന്ദിര ഭരിച്ചു, രാജീവ് ഭരിച്ചു. പറയുമ്പോൾ രസമുണ്ട്. പക്ഷെ ഇവരൊക്കെ ഭരിച്ചിട്ട് ഇത് നിർത്തില്ല. 2021 ഈ രാജ്യം സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വലിയ രാജ്യം, ഈ രാജ്യത്തിന്റെ വലിപ്പമോ ഈ രാജ്യത്തിന്റെ കപ്പാസിറ്റിയോ അറിയാതെ ഈ രാജ്യം തങ്ങളുടെ കുടുംബ സ്വത്താണ് എന്ന് കരുതി ഭരിച്ചിരുന്നവരാണ് ഇതേ രീതിയിലാക്കിയത്. അതായത് നമ്മൾ ചേരുചേരാനായും നമ്മൾ മുകളിൽ പിടിക്കുകയും നമ്മൾ നമ്മുടെ നിലപാടിലേക്ക് പോവുകയും നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞത് ചിപ്പ് മുതൽ ഷിപ്പ് വരെ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ടെന്നാണ്. മുമ്പ് നമുക്കത് ചിന്തിക്കാൻ പോലും ഏതെങ്കിലും ഒരു ഇന്ത്യക്കാർ ചിന്തിക്കാൻ കഴിയുമായിരുന്നു? മുമ്പൊക്കെ അമേരിക്കയിലും അവിടെയും ഇവിടെയും ഒക്കെ പുതിയ കാറുകൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഇരുന്ന് വെള്ളം ഇറക്കുകയല്ലായിരുന്നു. ഇന്ന് അമേരിക്കയിൽ ഇറങ്ങുന്ന കാർ അവന് ആദ്യം ഓടി ഇവിടെ വിൽക്കാനായിട്ട്. ഇവിടെ അതിനേക്കാൾ ബെസ്റ്റ് കാറാണ് ഇറങ്ങുന്നത്. അപ്പൊ റെയർ മെറ്റൽസിന്റെ ഖനനം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഒരു ഖനനം തുടങ്ങിക്കഴിഞ്ഞാൽ കുഴിച്ചെടുക്കുമ്പോൾ താഴേന്ന് കിട്ടാനായിട്ട് ഉള്ള സാധനമല്ല ഈ സാധനം. ഇതിന് ഒരുപാട് പ്രോസസ്സിംഗ് കൂടെ. എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളും റെയർ എർത്ത് മെറ്റൽസിന്റെ ഖനനത്തിലേക്ക് പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ചെലവേറിയ ഒന്നായതുകൊണ്ടാണ് പല രാജ്യങ്ങളും, കുഞ്ഞൻ രാജ്യങ്ങളിലൊക്കെ, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ധാരാളം റെയർ എർത്ത് മെറ്റൽസ് ഉണ്ട്, റഷ്യയിലുണ്ട്. അതൊന്നും അവർ ഈ ഖനനത്തിലേക്ക് പോകാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് ഖനനം ചെയ്തെടുത്ത് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് ഇതിനകത്ത്. അതെല്ലാം ചെലവ് കൂടിയതായതുകൊണ്ട് മാത്രമാണ് അവർ പോകാത്തത്. ചൈന ഇതിനകത്ത് ബഹുദൂരം മുന്നിലായതുകൊണ്ടാണ് അവർക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയും. കാരണം ചൈന ലോകത്തിലെ 2ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അപ്പം ഇതാണ് അതിനകത്ത് ഒരു കാര്യം. ഇതേ സമയത്തിന് ട്രംപുമായിട്ട് ഈ കരാർ ഒപ്പുവെച്ചു. ട്രംപ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് താരിഫ് ചുമത്തുന്നില്ല. കാരണം അതിന് 2 കാര്യങ്ങളുണ്ട്. ചൈന നേരത്തെ പറഞ്ഞ ധനുഷ് പറഞ്ഞ കണക്ക് 70% സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ് അമേരിക്കയിലേക്ക്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സോയാബീനും മറ്റുമൊക്കെ ചൈനയിലേക്ക് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പെട്ടെന്ന് ഇറക്കുമതി ചെയ്തേ അമേരിക്കയ്ക്ക് പറ്റൂ. കാരണം അവിടെ കർഷകർ വലിയ പ്രശ്നമാണ് അമേരിക്കയിൽ. ഈ സോയാബീൻ ഇറക്കുമതി ചെയ്യാൻ വഴിയില്ലാതെ, ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇറക്കുമതി ചെയ്തേ പറ്റൂ. അപ്പോൾ എങ്ങനെങ്കിലും കാലും കയ്യും പിടിച്ചു. ഇതേ സമയത്ത് തന്നെ ചൈന ചെയ്ത മറ്റൊരു ബുദ്ധിപൂർവമായ നീക്കമാണ് ഇന്ത്യക്കും ഇളവ് നൽകി. ഇന്ത്യക്ക് ഇളവ് നൽകുക മാത്രമല്ല, പുതിയതായിട്ട് ചില കമ്പനികൾക്ക് ലൈസൻസും കൊടുത്തു ഈ കാന്തം ഇറക്കുമതി ചെയ്യാനും റെയർ മെറ്റൽസ്. ഒറ്റ ഡിമാൻഡേ മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ, US കമ്പനികൾക്ക് ഇത് വിൽക്കരുത് എന്ന് ഡിമാൻഡ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്കത് US കമ്പനിക്ക് വിൽക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം മാക്സിമം ഈ വാഹന നിർമ്മാണ രംഗത്തും മറ്റ് ഇലക്ട്രോണിക്സ് രംഗത്തും മാക്സിമം നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ആഭ്യന്തര വിപണിയിൽ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ നമുക്കിപ്പോൾ ഇത് അമേരിക്കയ്ക്ക് കയറ്റി അയക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പൊ കൂടുതൽ കമ്പനികൾക്ക്, ഇന്നലെ നമ്മുടെ ജസ്വാളാണ് ഇത് പ്രസ്താവിച്ചത്, നമുക്ക് കൂടുതൽ കമ്പനികൾക്ക് ഇപ്പൊ അവർ ലൈസൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ആ ഇളവ് മാറ്റി തന്നിട്ടുണ്ട്. ഇതൊന്ന്. ഇത് രണ്ടാമത്തെ ഈ ഒരു കാര്യം വരുമ്പോഴാണ്, ഇവിടെയാണ് ധനുഷ് ആദ്യം ചോദിച്ച ഒരു ചോദ്യം. അമേരിക്ക ഈ ചൈനയുടെ കാല് പിടിക്കുന്നുണ്ട്, മുട്ടിലെഴയുന്നുണ്ട്. ചൈനയ്ക്ക് ഇന്ത്യയുടെ സഹായം ഇതില്ല, മുമ്പോട്ട് പോകാൻ പറ്റും. ഇവിടെ ശ്രദ്ധേയമായി മറ്റൊരു നീക്കം ചൈന നടത്തുന്നുണ്ട്. ഇതുവരെ നമ്മൾ തമ്മിൽ വലിയ തർക്കത്തിലായിരുന്നു, അതിർത്തി തർക്കം. അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കാൻ വളരെ വേഗത്തിലാണ്. ലഡാക്കിലടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ധാരണ എത്തി എന്നാണ് സ്പുട്നിക് പോലും പറയുന്നത്. അവർ അനവധി കൂടിക്കാഴ്ച നടത്തി ലഡാക്കിലെ വിഷയങ്ങൾ ഒരു രമ്യതയിലെത്തി എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് രസകരമെന്ന് വെച്ചാൽ അതും മോദി കയറി ഉണ്ടാക്കിയതല്ല. അച്ചിച്ചിൻ എന്ന് പറയുന്ന ലഡാക്കിലെ മേഖല ഇപ്പോഴും ചൈനയുടെ കയ്യിലാണ്. അത് അന്നത്തെ യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്തതാ. അന്നത്തെ യുദ്ധത്തിൽ അരുണാചൽ പ്രദേശുമായിട്ട് അച്ചാച്ചിൻ പിടിച്ചെടുത്തതാണ്, അരുണാചൽ പ്രദേശിന്റെ പിടിച്ചെടുത്തതാണ്. ഇതൊക്കെ നെഹ്റുവിന്റെ കാലത്താണ്, ഇന്ദിരയുടെ കാലത്താണ്, അല്ലാതെ കഴിഞ്ഞ ദിവസം കയറിയ മോദിയുടെ കാലത്തല്ല. അതൊക്കെയാണ് നമ്മൾ പറയുമ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, തെറ്റില്ല, രാഷ്ട്രീയമാണ്, നമുക്ക് മോദിയെ കുറ്റപ്പെടുത്താം, ആരെയും കുറ്റപ്പെടുത്താം. പക്ഷെ പറയുമ്പോൾ അതിൽ ലോജിക്ക് ഉണ്ടാകണം. ആ ലോജിക്കാണ് ഇതിനകത്തെ കാര്യം. 1959 ഈ പറയുന്ന ഈ ഒരു വിഷയങ്ങളുണ്ടായത്. 62 യുദ്ധം ഉണ്ടായത്, ചൈന യുദ്ധം ഉണ്ടായത് 1 മാസം നീണ്ടു നിന്നുള്ളൂ. അന്ന് അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു കാര്യങ്ങളിലേക്ക് പോവാം. ഇവിടെ ഇന്ത്യ ചെയ്ത ഒരു നീക്കമുണ്ട്. അപ്പം ഇത് ചൈന നടത്തുന്ന ഒരു നീക്കമാണ്. അപ്പൊ ചൈന അവരുടെ അതിർത്തി ആയ ഇന്ത്യയുമായിട്ട്, കാരണം അവരൊരു യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറല്ല, അന്നും
1962 ഒരു യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തില്ല. അതിന് കാരണമുണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഈ റഷ്യ ചൈന യുദ്ധം നടന്നതും ഇന്ത്യക്ക് വേണ്ടി റഷ്യ അന്നത്തെ യുദ്ധത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതൊക്കെ എവിടെ നടന്നതാ, എന്ന് നടന്നതാണ്? സ്കൂളിൽ പഠിക്കാൻ വിടുന്ന സമയത്ത് മാങ്ങയ്ക്കറിയാൻ പോയിട്ട് നമുക്ക് ഞാൻ അതുകൊണ്ട് ആ വ്യക്തിക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ആ ചരിത്രം പറഞ്ഞു തരാം. ആ ചരിത്രം ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, എപ്പോഴെപ്പോഴും ഇത് പറയാൻ പറ്റത്തില്ല, നമ്മുടെ വിഷയം സമയം നീണ്ടുപോകുന്നു. 1960 മുതൽ 1970 വരെ ചൈനയും റഷ്യയും തമ്മിൽ, പഴയ USSR, ഇപ്പോഴത്തെ റഷ്യയല്ല, വലിയ ക്ലാഷ് ആയിരുന്നു. അത് രണ്ട് തരത്തിലുള്ള ക്ലാഷ് ഉണ്ട്. ഒന്ന് അവരുടെ രാഷ്ട്രീയപരമായ ക്ലാഷ്. എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കും, രണ്ടും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണല്ലോ, ചെങ്കൊടി ആണല്ലോ, ഇവർ തമ്മിൽ എന്തിനാണ് പിണങ്ങുന്നതെന്ന് വെച്ചാൽ രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ടും രണ്ടാ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയുന്നത്, ഒരു മോഡറേറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളായിരുന്നു. മോഡറേറ്റഡ് കമ്മ്യൂണിസമാണ് റഷ്യ ഭരിച്ചിരുന്നതെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ റാഡിക്കൽ കമ്മ്യൂണിസം ആയിരുന്നു ചൈനയുടേത്. ഇതിന്റെ പ്രത്യയശാസ്ത്രങ്ങളിലും വ്യത്യാസമുണ്ടായിരുന്നു. മാവോസത്വത്തിന്റെ പാത പിന്തുടർന്നാണ് ചൈനയുടെ കമ്മ്യൂണിസം പോകുന്നത്, മറ്റിടത്ത് അങ്ങനെയല്ലായിരുന്നു. ഈ രണ്ട് കമ്മ്യൂണിസം തമ്മിലുള്ള അന്തർധാരയിലോ ബാഹ്യധാരയിലോ യാതൊരുവിധ ഐക്യപ്പെടലോ ഇല്ല. അവിടെ തുടങ്ങിയ സംഘർഷം 1960 മൂർച്ഛിക്കുന്നു. അതിർത്തി സംഘർഷമായി. ഏതാണ്ട് 7000 കിലോമീറ്റർ USSRുമായി ചൈനയ്ക്ക് അതിർത്തി ഉണ്ടായിരുന്നു. ആ അതിർത്തിയിലുടനീളം ചൈനീസ് പട്ടാളക്കാർ അണിനിരന്നു, റഷ്യയും അണിനിരന്നു. അങ്ങനെ ഒരു സംഘർഷത്തിന്റെ വക്കിലെത്തി. ഏതാണ്ട് 1969 സെപ്റ്റംബർ മാസം ഉസൈർ നദിക്കരയിൽ ചൈനീസ് പട്ടാളവും റഷ്യൻ പട്ടാളവും ഏറ്റുമുട്ടി. ഉസൈർ നദിക്കരയിൽ. ഇതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഉസൈർ നദിക്കരയിലുള്ള ഒരു ദ്വീപിനെ ചൊല്ലിയുള്ള സംഘർഷമായിരുന്നു. ധാരാളം പട്ടാളക്കാർ മരിച്ചു വീണു. അതിനുശേഷം രണ്ടു കൂട്ടരും വെടിനിർത്തലിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായത്. അവിടെ അങ്ങനെ നിൽക്കുന്ന സമയം ചൈന, ഇത് 60 മുതൽ ചൈനയും റഷ്യയും തമ്മിൽ ഉടക്കായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കണം. 2004 ഇവർ തമ്മിൽ ഒരു സീറ്റിംഗിൽ എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തുന്നത്. ഇതിനിടയിലാണ് 1962 ഇന്ത്യ ചൈന യുദ്ധം വരുന്നു. ഇന്ത്യ ചൈന യുദ്ധം 31 ദിവസമാണ് നീണ്ടു നിന്നത്. ഒരു സ്വാഭാവികമായും ഞാനൊരു ചോദ്യം ചോദിക്കാം, ഈ 31 ദിവസം കൊണ്ട് എന്താണ് ചൈനയെ നമ്മൾ കീഴ്പ്പെടുത്തിയോ? നെഹ്റു കീഴ്പ്പെടുത്തിയായിരുന്നോ? ചൈന അന്നും ശക്തമാണ്, ഇന്ത്യയെക്കാളും വളരെ വളരെ ശക്തമാണ്. ഇന്നിപ്പോ ചൈനയോട് കോമ്പറ്റേറ്റ് ചെയ്യാനെങ്കിലും നമുക്ക് പറ്റുന്നുണ്ട്. അന്ന് അതുപോലെ നമുക്കില്ലാത്ത സമയത്താണ് പടുകൂറ്റിനൊരു രാജ്യം, ലക്ഷക്കണക്കിന് സൈനികരും ആയുധ വിന്യാസവുമുള്ള ഒരു രാജ്യം, റഷ്യയോട് പോലും മുട്ടി നിൽക്കുന്ന ഒരു രാജ്യം അന്ന് ഇന്ത്യയോട് മുട്ടിയിട്ട് 31 ദിവസം കൊണ്ട് എങ്ങനെ യുദ്ധം നിർത്തിയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതാണ് USSR. അന്ന് USSR അവരുടെ അതിർത്തികളിലേക്ക് പട്ടാളത്തെ, അതായത് ചൈനയുടെ അതിർത്തി, അതായത് റഷ്യൻ ബോർഡർ, USSRന്റെ റഷ്യൻ ബോർഡറിലേക്ക് കൂടുതൽ പട്ടാളക്കാരെ നീക്കി. അവരന്ന് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ പങ്കാളിയാണ് ഇന്ത്യ, നിങ്ങൾ അങ്ങോട്ട് നീങ്ങിയാൽ ഞങ്ങൾ അതിനെ നിങ്ങൾക്ക് തടയിടേണ്ടി വരും എന്ന റഷ്യയുടെ മുന്നറിയിപ്പ്. ഇത് ചരിത്രമാണ്. ആ സമയത്ത് തന്നെ അമേരിക്കയുടെ നിസ്സംഗത, അതാണ് ചൈനയെ വെട്ടിലാക്കിയത്. കാരണം അമേരിക്ക ഇതിൽ ഇടപെടും എന്ന് കരുതിയിട്ട് അമേരിക്ക ന്യൂട്രൽ അടിച്ചു നിന്നു. പക്ഷെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ അമേരിക്ക നമുക്കെതിരെ പണിതു. ആ യുദ്ധത്തിൽ അമേരിക്ക ന്യൂട്രലായിട്ട് നിന്നു, നിശബ്ദനായിട്ട് നിന്നു, ഒന്നിലും ഇടപെട്ടില്ല. അതായത് നീ അടിച്ചതിനൊപ്പം ഞങ്ങൾ കാണില്ല എന്ന് തന്നെയാണ്. അപ്പോഴാണ് ചൈന ഭയന്നു പോയത്. കാരണം രണ്ട് വാർ ഫ്രണ്ട് തുറക്കേണ്ടി വരും. ഒന്ന് ഇന്ത്യയുടെ ഭാഗത്ത് യുദ്ധം നടക്കുന്നു, അതേസമയം റഷ്യയോട് ആക്രമിച്ച പണി പാളും. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈന അവിടുന്ന് 31 ദിവസം കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് നമുക്കും കുറച്ച് നഷ്ടമൊക്കെ വന്നു. അതാണ് ഈ ചൈനക്ക് അവരുടെ കയ്യിലേക്ക് പോവുക, അരുണാചൽ പ്രദേശിലെ കുറച്ച് പ്രദേശങ്ങളൊക്കെ പോയി. അതാണ് ഇവന്മാരിപ്പോ ഇവിടെ ഇരുന്ന് പറയുന്നില്ലേ, ചൈന നമ്മുടെ അരുണാചൽ പ്രദേശിന് കുറെ പ്രദേശം കൊണ്ടുപോയി. ആരുടെ കാലത്ത് കൊണ്ടുപോയി? അന്നത്തെ 1962 കൊണ്ടുപോയ കഥയാണ് 2014 വന്ന് മോദിക്ക് തലയോട്ട് കൊടുക്കുന്നത്. അവര് പൊട്ടന്മാരായിരിക്കാം, നമ്മൾ പൊട്ടന്മാരല്ലല്ലോ. അപ്പം ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ. അപ്പം അന്ന് മുതലേ പിന്നെ എന്തുകൊണ്ട് 2004 ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിൽ അടുക്കാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക തടയിടേണ്ടത് രണ്ട് രാജ്യങ്ങളുടെയും ആവശ്യമായതുകൊണ്ട് അവർ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവര് ഒന്നിച്ച് മുൻപോട്ട് പോകാൻ ഉള്ള തീരുമാനം. കാരണം ചൈനയെ സംബന്ധിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ അതിർത്തി രാജ്യങ്ങളുള്ള രാജ്യം, 14 രാജ്യങ്ങളുമായിട്ട് ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്. അവരുമായിട്ടൊന്നും, കാരണം ചൈന ഭയന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയുമായി യുദ്ധം മുമ്പോട്ട് പോയാൽ അമേരിക്ക ഇതിൽ ഇടപെടാതെ ന്യൂട്രലടിച്ച് നിൽക്കുകയും റഷ്യ വാറിലേക്ക് കാരണം റഷ്യക്ക് 1960 മുതലേ തന്നെ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അവരും കൂടി ഇത് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ തങ്ങളുടെ രാജ്യം വളരെയധികം പിന്നാക്കം പോകും എന്നവർ കരുതി. സാമ്പത്തികമായി തകർന്നു പോകും അവർ ബുദ്ധിപൂർവ്വമാണ് ആ 31 ദിവസത്തെ, സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ വരെ ആ 31 ദിവസത്തെ യുദ്ധം അവർ അവസാനിപ്പിക്കുകയായിരുന്നു. അതായത് ഇന്നും ചൈന പിന്തുടരുന്നതാണ്. ആരുമായി അവര് തർക്കമില്ല, ഭീഷണിയില്ല, ബലം പിടുത്തമില്ല. ഇന്ത്യ ഇന്ന് അതേ നയവുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചും ചൈനയുമായിട്ട് രമ്യത പോകുന്നതിനാണ് നമുക്ക് നല്ലത്. കാരണം ചൈനയുമായിട്ട് നമ്മളൊരു യുദ്ധത്തിന് പോയാൽ ചൈനയ്ക്കും അത് ദോഷമാണ്, നമുക്കും അത് ദോഷം. രണ്ട് കൂട്ടരുടെ സാമ്പത്തിക അവസ്ഥ തകരും.
അതുകൊണ്ട് നമ്മൾ ടൈപ്പായിട്ട് പോകുന്നത് നല്ലത്. സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ സംഘർഷത്തിനും അയവ് വരാൻ ധൃതി പിടിച്ചുള്ള നീക്കം നടത്തുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇനി ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ എന്താണെന്ന് ചോദിക്കാം. ഈ ആഫ്രിക്കയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഷീ ജിൻപിങ് പറഞ്ഞത്, ഞങ്ങൾ 0% താരിഫിൽ സാധനങ്ങൾ ഇറക്കാൻ തീരുമാനിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങൾ, അവരും രക്ഷപ്പെടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ത്യ അതിന് മുമ്പേ തന്നെ അവിടുന്ന് ഫ്രീ ആയിട്ട് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. ഇന്ത്യ പറഞ്ഞെന്താണ്, നരേന്ദ്രമോദി പറഞ്ഞെന്താണ്, ലോകം മുഴുവൻ ഫ്രീ ട്രേഡിങ്ങിലേക്ക് പോകണം, താരിഫ് എന്ന സാധനം എടുത്ത് കളയണം, ഉള്ളവനില്ലാത്തവന് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് എന്താണോ കൂടുതലുള്ളത് അതില്ലാത്ത രാജ്യങ്ങൾക്ക് കൊടുക്കുകയും അവന്റെ രാജ്യത്ത് എന്താണോ ഉള്ളത് അത് നമ്മൾ എടുക്കുകയും ചെയ്യണം. ആഫ്രിക്കയുമായി ഇന്നിപ്പോ ആഫ്രിക്കൻ രാജ്യങ്ങൾ പിടിമുറുക്കിയിരിക്കുന്ന 2 രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയുമാണ്. എങ്ങനെയാണ് ചൈന അവിടെ പിടിമുറുക്കുന്നത് വെച്ചാൽ, ചൈനയ്ക്ക് അവിടെ പോർട്ടുകളും മറ്റും എടുക്കും. എന്നിട്ട് ചൈന ആ സർക്കാരുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്നത് അതിന്റെ 100 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ മാത്രമേ വിൽക്കാൻ പറ്റൂ എന്നാണ്. ഇപ്പൊ ഇന്ത്യ ചെയ്യുന്നത് ആ ടെക്നിക്കല്ല. ഇന്ത്യ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും മറ്റും എത്തുകയും അവരുടെ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം നമ്മൾ അവരുടെ ഓയിൽ പൂൾസ്, അതുപോലെ ഖനനാനുമതികൾ, ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് എടുക്കാനുള്ള വലിയ വലിയ കരാറുകൾ നേടുന്നു. ഇതിനിടയിൽ ഇന്ത്യ ബുദ്ധിപൂർവ്വം വലിയൊരു നീക്കം കൂടെ നടത്തിയിട്ടുണ്ട്. മലേഷ്യ വെച്ച് നമ്മൾ രാജ്നാഥ് സിംഗും US സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഒരു പ്രതിരോധ കരാർ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്. അവിടെ ഒരു വലിയ കരാർ തന്നെയാണ്, ഒരു 10 വർഷത്തേക്കുള്ളൊരു പ്രതിരോധ കരാർ. അതായത് നമ്മളും ചൈനയുടെ വഴി തന്നെയാണ്. മുമ്പൊരിക്കൽ എസ് ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞ കാര്യം ധനുഷ് തന്നോട് പലവട്ടം പറയാറുണ്ട്. നമ്മൾ പഠിക്കേണ്ടത് ചൈനയെ കണ്ടാണ്, ചൈനയുടെ വഴിയിലാണ്. അതായത് വളരെ നിശബ്ദമായി ചേർന്ന് ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യയും ചൈനയും കടന്നു കയറുകയാണ്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യയുമായി അടുപ്പം നമുക്ക് അനിവാര്യമാണ്. കാരണം ചൈന എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സൈനിക ശേഷിയും മറ്റുമുള്ള ഒരുപാട് സൈനികരുമൊക്കെ ഉള്ള ഒരു വലിയ രാജ്യം. അപ്പോൾ അവിടേക്ക് നമുക്ക് വേണ്ടത് റഷ്യയെ പോലൊരു കരുത്തിനെ കൂടാണ്. റഷ്യയുടെ പ്രധാന പ്രശ്നം ഇപ്പോൾ സാമ്പത്തികമില്ല എന്ന് മാത്രമേ ഉള്ളൂ, ടെക്നോളജിയിലും കരുത്തിലും അവർ ഒന്നിലാണ്. ആ രാജ്യത്തേക്ക് കൂടുതൽ സാമ്പത്തികം നൽകിക്കൊണ്ട് അവിടെ ആ രാജ്യത്ത് റെയർ മെറ്റൽസ് ഖനനം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച പറഞ്ഞത് അവർ റെയർ കമ്പനിയുടെ പേര് ഉൾപ്പെടെ ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന് മറ്റൊരു വാർത്തയുണ്ട്, യാത്രാ വിമാനം നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയിൽ വെച്ച്, ഈ റഷ്യയുമായി സംയുക്തമായി ചേർന്നുകൊണ്ട്. അതായത് റഷ്യയുടെ കയ്യിലുള്ള ടെക്നോളജി സാധനങ്ങളെല്ലാം നമ്മുടെ പൈസയും അവരുടെ ആ ഒരു ടെക്നോളജിയും വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ, കാരണം നമ്മൾ റഷ്യയെ നമ്മൾ ചേർത്ത് നിർത്തുന്നു. ഇതിന് ബദലായിക്കൊണ്ട് ഇന്നലെ നമ്മൾ റോഡിന്റെ കാര്യമായിരുന്നു നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുത്തത്. ആ റോഡിൽ അവർ ചൈനയുടെ റോഡ് ആൻഡ് ബെൽറ്റ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടില്ല. അത് റഷ്യ ഇറാൻ ടു മുംബൈ ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബെൽറ്റ് ആൻഡ് റോഡുമായിട്ട് അവർ കണക്ട് ചെയ്തിട്ടില്ല. കാരണം മുന്നണിയും കുറുമുന്നണിയുമായിട്ടാണ് അതിന്റെ മറ്റൊരു നീക്കം നടത്തുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ജിയോ പൊളിറ്റിക്സിൽ കുറഞ്ഞ വർഷം ഏഷ്യയിലും സെൻട്രൽ ഏഷ്യയിലുമൊക്കെ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ പിടി അയയുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ ട്രംപ് ധൃതി പിടിച്ച് ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഒപ്പിടാൻ തയ്യാറാകുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ കോടതി വിധി വന്നാൽ ഇതെടുത്ത് കളയേണ്ടി വരും. രണ്ടാമത് അവരുടെ സെനറ്റർമാരൊക്കെ ഇതിനെതിരായിട്ട് ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നു, പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു, അവിടെ പണപ്പെരപ്പ് നിരക്ക് ഉയരുന്നു. ഇനി പഴയ കണക്ക് ധാർഷ്ട്യം കൊണ്ടിരുന്നത് നടക്കില്ല. ടെക്നിക്കലി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. അതിനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതുകൊണ്ട് റഷ്യ ചൈന ഫ്രണ്ട്ഷിപ്പ് ആയെന്ന് നമുക്കത് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ പുതിയ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ആരുമായി പെർമനന്റ് റിലേഷൻ ഇല്ല, നമുക്ക് ആർക്കുമില്ല. ഈ എന്താണ് പറയുന്നത്, ഉറ്റ ചങ്ങാതി എന്നുള്ളതില്ല, അപ്പ കാണുന്ന ചങ്ങാതി മാത്രമേ ഉള്ളൂ. അത് ഈ ബിസിനസ് ലോകത്തിന്റെ പുതിയ ലോകക്രമമാണത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ സമാധാനത്തിൽ പോകുന്ന 2 രാജ്യങ്ങൾ, അതിർത്തി പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും ഈ രാജ്യങ്ങൾ 2 കൂട്ടരാണെങ്കിൽ, ഈ നമ്മുടെ കാര്യമല്ല പറയുന്നത്, മറ്റു രാജ്യങ്ങളാണെങ്കിലും ആയുധങ്ങൾ ശേഖരിക്കാറുണ്ട്. കാരണം എപ്പോഴാണ് ഈ സ്വഭാവം മാറുന്നത് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം, യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ സമാധാനത്തിലാണെങ്കിലും അവർ അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് ആയുധങ്ങൾക്ക് വേണ്ടി. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ലോകക്രമം, അതിന്റെ ആത്യന്തികമായ റിസൾട്ട് ഇതാണ്. അതായത് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയും ചൈനയും തന്നെയാണ് പിടിമുറുക്കുന്നത്. ഇവിടെയാണ് നരേന്ദ്രമോദി ഈ താരിഫ് ഇത്രയും കടന്ന് പുകിൽ ട്രംപ് ഉണ്ടാക്കിയിട്ടും കമാന്നൊരു അക്ഷരം മിണ്ടാതെ നിന്നത്. കാരണം ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് ഇന്ത്യക്ക് ബോധ്യമായി. ചൈന അത് കുറച്ചുകൂടെ പ്രൂവ് ചെയ്യിച്ചു. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ മീഡിയാസ് ഇതിനകത്ത് വലിയ അലങ്കാരങ്ങളൊന്നുമായിട്ട് മുമ്പോട്ട് വരാതിരുന്നത്.